പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊരു വിഷയമാണ് ദൈവവചനത്തിൽ നടക്കുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നത്. എഫ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറയും, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ആ മക്കളോട് പറയുന്ന അതേ കാര്യം തന്നെ അതേപോലെ തന്നെ പിതാക്കന്മാരോട് പറയുന്നുണ്ട്. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ഭാരശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അതേപോലെ തന്നെ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് ഒക്കെ, ഒരു പിതാവിനോട് ഒക്കെ സംസാരിക്കുന്ന ദൈവവചനം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുമെണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. അതുപോലെ തന്നെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ, ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഹല്ലേലൂയ ഈ 2 ദൈവവചന ഭാഗത്തും നമ്മൾ കാണുന്നത് മക്കളോടും അപ്പനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും സംസാരിക്കുന്ന ദൈവവചനമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇന്നത്തെ തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പനെ അമ്മയും അനുസരിക്കാതെ മാതാപിതാക്കളെ കൊല്ലുകയും ഹല്ലേലൂയ അങ്ങനെ വിവിധമാകുന്ന അക്രമാസക്തരായിട്ടുള്ള തലമുറകളെയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്ന് ശത്രു എങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയാം, അപ്രകാരം കുഞ്ഞുങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ഈ ദൈവവചനമൊക്കെ അവരെ വായിച്ച് കേൾപ്പിക്കുവാനൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കളെ മാനിക്ക മനുജ, നീ എത്ര ഉന്നതനാകിലും ഈ ദിവ്യവചനം കാത്തിടുക. മാതാപിതാക്കളെ മാനിക്ക മനുജ, ദൈവം നമുക്കായി നൽകിയ കൽപ്പനയാകുമിത്, അനുസരിക്കായി പ്രമാണം നിൻ ജീവിതത്തിൽ. മാതാപിതാക്കളെ മാനിക്ക, മാതാപിതാക്കളെ മാനിക്ക മനുജ. ഹല്ലേലൂയ. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.